ഹലോ. യെസ്. ഹലോ, നീ എവിടുന്ന്? ഷിമോഗയിൽ എന്തിന്? ഇല്ല, ഐ ആം ഓൾ റൈറ്റ്. ശ്യാമള മേനോനോ? ഇല്ല, പറഞ്ഞ ഓർമ്മയില്ല. ഇങ്ങോട്ട് ക്ഷണിക്കേ. അവരെന്ത് പറയുന്നു? ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ആ കാലത്ത് വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നോ? ഓ ഇല്ല, ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. എവിടെ എത്തുന്നില്ല മാത്യു. ശരി, ഗുഡ് നൈറ്റ്, വിളിക്കാം. ഓക്കെ. ആ സുബ്രഹ്മണ്യം, കമിൻ. എന്റെ പാർട്ടി എപ്പോഴും വിശ്വസിക്കാം സാർ. സാർ ടേസ്റ്റ് ചെയ്തിട്ട് ഒറിജിനൽ ആണോ എന്ന് നോക്കണം. ഡ്യൂട്ടി കഴിഞ്ഞല്ലേ ഇരിക്കും. ഗസ്റ്റിന്റെ റൂമിൽ സ്റ്റാഫ് വരരുതെന്നാണ്. എല്ലാ നിയമവും ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ തെറ്റിക്കാനുള്ളതാണെന്ന് ഇരിക്കെ. അല്ല, ഞാൻ തരുവോ? അടുത്ത ബിൽഡിംഗിൽ നഴ്സിംഗ് ഹോം ആണല്ലേ? ഡോക്ടർ റാവു. റൂംസ് ഉണ്ടോ? അത്യാവശ്യം കിടത്തും. പ്രസവ കേസുകളൊക്കെ നോക്കുന്നുണ്ടോ റാവു? അത് നമ്മുടെ മാലതി ഡോക്ടർ, പാലക്കാടുകാരിയാ. എനിക്കൊരു കേസ് അഡ്മിറ്റ് ചെയ്യണമല്ലോ ശുപ്പാമണി. നാട്ടിലല്ലേ സാർ നല്ലത്? അവിടെ നല്ല ആശുപത്രികളുണ്ടല്ലോ. സാർ വളരെ സാവധാനമായി കഴിക്കൂല്ലേ? നാട്ടുകാരറിയാതെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കേസാണെങ്കിലോ സംഗതി സ്വകാര്യത്തിൽ വേണം. കൊണ്ടുവന്നിട്ടുണ്ടോ? വരൂ. ഓരോ കാലക്കേടെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്റെ ശുപ്പാമണി. എന്റെ ഒരു വാച്ച്മാന്റെ മോള ഒരബദ്ധം പറ്റി. ഇപ്പൊ എല്ലാ ദിക്കിലും ഇതാവാമെന്നല്ലേ റൂള്? പിന്നെന്താ പേടിക്കാൻ? നാട്ടിൽ ഞാൻ ഇടപെട്ട ചീത്തപ്പേരില്ലേ, അറിയിച്ച തന്ത കൊണ്ടുവരും ഇങ്ങോട്ട്. അതാണ് സേഫ്. ഉള്ള ബിസിനസ് നോക്കി സമാധാനമായിട്ടിരിക്കേണ്ട കാലത്ത് ഓരോ ഗതികേട് വന്ന് ആലോചിക്കുമ്പോ കിടന്നാ ഉറക്കം വരികയല്ല. വീട്ടിലോ മറ്റോ ഇത് അറിഞ്ഞ എന്റെ അമ്മോ. ഒക്കെ ഒരു ഫെയ്റ്റ് ആണ് സർ. ഫെയ്റ്റ് തന്നെ സ്വാമി. ഡോക്ടർ മാലതി. ബാലചന്ദ്ര, ഗുഡ് മോർണിംഗ് ഡോക്ടർ. പേഷ്യന്റ് അല്ലേ? സോറി ഡോക്ടർ, ഐ വോണ്ട് ടേക്ക് മച്ച് ഓഫ് യുവർ ടൈം. വൈഫിന്റെ ഡെലിവറി ഓഗസ്റ്റിലാണ്. ഒരു മുറി അഡ്വാൻസ് റിസർവ് ചെയ്യാൻ വന്നതാണ്. വൈഫ് എവിടെ? ഇല്ല, വൈഫ് വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ റൂം പറഞ്ഞു വെച്ചേക്കാന്ന് വിചാരിച്ചു. വൈഫ് വരട്ടെ, ഡേറ്റ് ഞാൻ അപ്പൊ പറയാം. മങ്കമ്മ. സോറി, എന്റെ ആങ്സൈറ്റി കൊണ്ടാണ്. എനിക്ക് റൂംസ് ഒക്കെ ഒന്ന് നോക്കാമല്ലോ. റൂംസ് കാണിച്ചു കൊടുക്കാൻ നാണുവിനോട് പറയൂ. വരൂ. എല്ലാം അറ്റാച്ചഡാ. അപ്പുറം ജനറൽ. നാണു ഇവിടെ ആയിട്ട് കുറക്കലായോ? 17 കൊല്ലായി. റൂമിന് ഇടയ്ക്കിടയ്ക്ക് വാടക കൂട്ടുന്നുണ്ട്. ഇപ്പൊ ഇതിന് 35. സ്റ്റാഫിന് ശമ്പളം കൂട്ടില്ല. ഇവിടെ വെച്ച് വരികല്ലോ. വെച്ചോളൂ, ഫോറിനാണ്. സാറിന് കാറിൽ വേറെ ഉണ്ട്. എപ്പോഴാ റൂം വേണ്ടതാവോ? എനിക്ക് ഈ ഭാഗത്ത് ബിസിനസ് ഉണ്ട്. നേരത്തെ വൈഫിനെയും കൂട്ടി വന്നാലോ എന്ന ആലോചന ഉണ്ട്. വീട് നോക്കണോ? വീട് നോക്കാം. വാടകയ്ക്കോ അതോ വിലയ്ക്കോ? വില നിലവാരം അറിയട്ടെ. ചെറിയ തോട്ടവും ഒരു വീടും കൂടി ആയാലോ? നോക്കാം. എന്റെ അറിവിൽ 2-3 എണ്ണം ഉണ്ട് വിലക്ക്. വൈഫിന് ആസ്മ. ഈ കാലാവസ്ഥ ആസ്മയ്ക്ക് നന്നെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇവിടെ സ്ഥിരതാമസമാക്കിയാലും കുഴപ്പമില്ല. സാറിന് ബിസിനസ്? ടിമ്പർ.
പർച്ചേസ് മുഴുവൻ ഇവിടുന്നല്ലേ? സാർ ഇപ്പൊ താമസം ഹോട്ടൽ വൃന്ദാവൻ. നാണു 17 വർഷമായി ഇവിടെ എന്നല്ലേ പറഞ്ഞത്? പറ്റിയ ആള് നാണു തന്നെ. സ്ഥലത്തിന്റെ കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം. എന്നാലും സുമാർ എത്ര വരെ പോകാൻ നമുക്ക്? നല്ല വിളവുള്ള തോട്ടമാണെങ്കിൽ ഒരു 3-4 ഏക്കർ, 4 ലക്ഷത്തിനുള്ളിൽ ഒതുങ്ങണം. അതേ പറ്റൂ. ഞാൻ ഹോട്ടലിൽ വന്ന് കാണാം സാർ. ആ, ನಾನು ಬೇಗ ಮೋಟರ್ ಆನ್ ಮಾಡಿ ಬಿಡ್ರಿ, ടാങ്കിನಲ್ಲಿ ಸ್ವಲ್ಪ കൂടി നീരില്ല. ഭരത്തിനി സാർ, ഇവിടെയൊക്കെ ബ്രോക്കർമാര് കഴുത്തിറക്കണ സൈസാ, അവരുടെ വലയിൽ വീഴില്ലേ? ഏയ് നാണുവിന്റെ വലയിൽ മാത്രമേ വീഴൂ. റൂം നമ്പർ 21. ആ. ഇതിലൊക്കെ എന്ത് പേടിക്കാൻ? ആ, ദേവസ്ഥാനത്തിന് അടുത്തുള്ള പാർട്ടി വിറ്റ് പോവാണ്. ആക്കത്തിലെടുക്കാം. നോക്കാം. പേടിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ നാണുവേട്ടാ. വൈഫിന് വളരെ ചെറുപ്പാ, 17 ആയിട്ടേ ഉള്ളൂ. അതിനെന്താ? ഗൾഫിലെ ബിസിനസ് നിർത്തി വന്നപ്പോ അമ്മാവൻ പിടിച്ച പിടിയാലെ കല്യാണം അങ്ങോട്ട് നടത്തി. ചെറിയ കുട്ടിയാണെന്നുള്ള നോട്ടമൊന്നുമില്ല കാരണവർക്കേ. മുതല് പുറത്തു പോകണ്ടെന്ന് കരുതിയിട്ട് തന്നെയാവും അല്ലേ? പക്ഷേ ചെറിയ കുട്ടി ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അവൾക്കും ഇഷ്ടം. അത് വേറെ പുലിവാലി. പക്ഷേ 16-17 വയസ്സിലൊക്കെ പ്രസവിക്കാന്ന് വെച്ചാല് പെറണ്ട പ്രായം ശരിക്കും അതല്ലേ സാർ? ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നേ തോന്നൂ വൈഫിനെ കണ്ടാൽ. ഇപ്പോഴത്തെ ഓരോ കേസുകൾ കേട്ട 13-ലും 14-ലും ഒക്കെ അബദ്ധം പറ്റിയ എത്ര കേസുകള്. അബദ്ധം പറ്റിയ എന്തെങ്കിലും ചെയ്യാലോ? ഇത് ശരിക്കും പ്രസവല്ലേ? ആ, അത് മറന്നു. പിന്നൊരു സ്ഥലം, തെങ്ങ്. കൊല്ലത്തിൽ 20-25,000-ന് കരിക്ക് വെക്കാം. വീട് പഴയ മോഡലാ. നോക്കാം. വൈഫ് ഇപ്പോഴും മെല്ലിച്ച് ചെറിയ കുട്ടികളുടെ ശരീരപ്രകൃതിയാ. അതാ ഭയം. സാർ എന്താ ഈ പറയണേ? 9-ലോ 10-ലോ പഠിച്ചിരുന്ന കുട്ടി ഞങ്ങളുടെ ആസ്പത്രിയിൽ സുഖമായിട്ട് പറ്റൂ. അതൊക്കെ നാളുവട്ടൻ ചുമ്മാ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ലേ. സത്യം, ഞങ്ങൾക്കൊക്കെ ബഹു തമാശ. ഇതെപ്പോ? ഒരു 10-12 കൊല്ലായിട്ടുണ്ടാവും. അതിൽ ഏറ്റവും വലിയ തമാശ കേൾക്കണോ? ഗർഭാണ്, പ്രസവിക്കാൻ പോണെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് വിശ്വാസം വരണ്ടേ? കല്യാണം കഴിഞ്ഞതല്ലേ? ഇല്ലല്ലോ, അതല്ലേ കഷ്ടം. ആസ്പത്രിയിലെ പണിക്കാർക്കൊക്കെ ബഹു തമാശ. അതിനൊന്നും അറിയില്ല. എന്നിട്ട് ചേട്ടൻ ഏത് നാട്ടിൽ നിന്നാണാവോ? പിടിച്ച പിടിയാലെ ചെക്കനെ കൊണ്ടുവന്ന് കെട്ടിച്ചു വിടണം. ആരാണ്? എന്നെ ഒരാളും തൊട്ടിട്ടില്ല പപ്പ. പപ്പ കല്യാണം കഴിച്ചവരല്ലേ പ്രസവിക്കും പപ്പ. എന്നെ ഒരാളും തൊട്ടിട്ടില്ല. കന്യാകുമാരി വീണ്ടും അവരിച്ചാണെന്നാ നിന്റെ വിചാരം? ആ, നിങ്ങൾ വരൂ. നാലു മാസമായിട്ടുണ്ട്. റിസ്കിയാണ്. നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ആലോചിച്ചു പറയണം. നീട്ടിക്കൊണ്ടു പോകുന്തോറും റിസ്ക് കൂടും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പപ്പ. ഡോക്ടർ പറയുന്നത് അപ്പടി കള്ളം, വെറും കള്ളം. എനിക്കൊന്നുമില്ല പപ്പ. എന്നെ വിശ്വസിക്കില്ലേ പപ്പ? എന്നെ വിശ്വസിക്ക്. എനിക്കൊന്നുമില്ല. നടക്കാൻ സത്യത്തിൽ ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. കള്ളം പറയുന്നവരെ കണ്ട ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ? പക്ഷെ ആ തന്ത അബോർഷന് സമ്മതിച്ചില്ല. അതാ അത്ഭുതം. സാറിന് ഒന്നും വേണ്ട. അപ്പോ അപകടത്തിൽപ്പെട്ട കേസുകളും വരാറുണ്ടല്ലേ? പിന്നെ അവർക്കൊരു വീട് ഏർപ്പാട് ചെയ്തു കൊടുത്തത് ഞാനല്ലേ? മലയാളികൾ തന്നെ. അതുകൊണ്ടല്ലേ ഞാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തത്. ക്രിസ്ത്യൻസാ. അതിപ്പോ 10-12 കൊല്ലായി. ആ കുട്ടിയുടെ പേര് എന്റെ നാമിലുണ്ട്. ആ, സെലീന. ഇപ്പോഴും ഓർമ്മയുണ്ട്. ലീനാമാണെന്നും വിളിക്കും. പ്രസവിക്കാൻ വീണ്ടും ആശുപത്രിയിൽ വന്നു. ഇടയ്ക്ക് ചെക്കപ്പിന് വരും. ആ പെൺകുട്ടിക്ക് അതൊരു തെറ്റാന്നുള്ള വിചാരം കൂടി വേണ്ടേ? അപ്പൊ പ്രസവത്തിന് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല? എന്ത് പ്രോബ്ലം? ആ അച്ഛന്റെ മുഖത്ത് നോക്കുമ്പോഴാ നമുക്ക് സങ്കടം തോന്നുക. പെണ്ണിനൊക്കെ ഒരു കുട്ടിക്കളി. ആരാ എന്താന്നറിയാൻ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ചോദിച്ചു നോക്കി. അതിനൊന്നും അറിയില്ല.
നോർമൽ 2.5 കിലോ. നിന്ന് ആൺകുട്ടി. ആ ഒരാൺകുട്ടിയല്ലേ ചേട്ടാ, കിടക്കട്ടെ. വയ്യാത്ത കാലത്ത് അതിനെ കൊണ്ടാവും ചേട്ടന് സഹായം. ആര് കണ്ടു? സിസ്റ്റർ, ഇവിടെ ഭയങ്കര കൊതുണ്ട്. കണ്ടില്ലേ മേലൊക്കെ? അയ്യോ, എന്താ ഈ കാട്ടിന്? ഇങ്ങനെ എടുത്ത വേദനിക്കില്ലേ? കൈയും കാലും ഒക്കെ പിടിച്ചു വലിക്കേ. ഒന്നും പറ്റില്ല. എത്ര നത്ര കുളിപ്പിച്ചിരിക്കണ മോളെ. ആ കുട്ടി അനങ്ങാതെ ഇവിടെ കിടന്നോളൂ. എന്ത് കരച്ചില്ല ഇത്? കരയണം. കരഞ്ഞിട്ടില്ലെങ്കിലാ മോശം. അല്ലിട മോനെ, സീമ്പ്രകണൊന്ന് തുറക്കട കുട്ടാ. ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾ പറയണൊക്കെ മനസ്സിലാവൂ സിസ്റ്റർ? ഏയ്, ബുദ്ധി ഉറച്ചിട്ടില്ലല്ലോ. കുറെയൊക്കെ മനസ്സിലാവും. ഇപ്പോഴത്തെ തീയതി അതാണ് സിസ്റ്റർ, ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഇനി കൊണ്ടേക്ക് എടുത്തിക്കോളൂ. വിശക്കുണ്ടാവും, ഫീഡ് ചെയ്തോളൂ. അമ്മേനെ വേദനിപ്പിക്ക. പാവം. അത് നമുക്ക് 3:30 മുറിക്കാം. അവര് 4:30 പറയുന്നുണ്ട്. നാളെ രാവിലെ വേണമെങ്കിൽ നോക്കാം. എനിക്ക് ഡ്യൂട്ടി 9-നാ. നാളെ വേണ്ട. നാളെ ചൊവ്വാഴ്ച ദിവസം നന്നല്ല. ഓ, അതും ശരിയാ. നല്ലൊരു കാര്യത്തിന് ഒക്കെ നോക്കണല്ലോ. ആസ്പത്രിയിൽ നിന്ന് അവര് പിന്നെ വാടക വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ ആ പെൺകുട്ടി? ഓ, അവരോ? പള്ളിയിൽ വെള്ളം തെളിക്കലും സ്നാനം മുക്കലും ഒക്കെ ഉണ്ടല്ലോ അവർക്ക്. അത് കഴിയണവരെ വാടക വീട്ടിൽ തന്നെ. പണിക്ക് കൂടി ഒരാളെ വെച്ചിട്ടില്ലേ ആ തണ്ട. ഒക്കെ അയാള് തന്നെ ചെയ്യും. നാണു പോയിക്കോളൂ. ഇതാ ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോ. ഇമ്മാനുവേൽ, പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്, കന്യകയുടെ പുത്രൻ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നറിയപ്പെടും.
മോന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ മോനെ? ഇമ്മാനുവേൽ. വാ കണ്ണാ, വാ വാ വാ. ഞാനും വരുന്നുണ്ട്. എന്നെ കൂടി ഒന്ന് ബസ് സ്റ്റോപ്പിൽ വിട്ട സൗകര്യമായിരുന്നു. കേറ്. പപ്പ, പപ്പ കുഞ്ഞിനെ വാങ്ങൂ പപ്പ. അവര് വരും, സമാധാനമായിരിക്കെ. ഡ്രൈവർ വണ്ടി വിട്, വണ്ടി വിട്. പപ്പ, പപ്പ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് പപ്പ. പപ്പ, വണ്ടി നിർത്ത് പപ്പ. അയ്യോ, അവരെങ്ങട്ടാ? എന്റെ കുഞ്ഞിനെ വാങ്ങൂ പപ്പ. ഡ്രൈവർ വണ്ടി പപ്പ, പപ്പ വണ്ടി നിർത്തൂ. വണ്ടി നിർത്ത് പപ്പ. അടങ്ങിയിരിക്കാൻ പറഞ്ഞില്ലേ? അടങ്ങിയിരിക്കാൻ. ഒന്ന് മിണ്ടാതിരിക്കാൻ. അടങ്ങിയിരിക്കാൻ. മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? മിണ്ടാതിരിക്കാൻ. മിണ്ടാതിരിക്കാൻ. ലീനാമേ, മോളെ, ലീനാമേ. ഓ മൈ ഗോഡ്.